മന്ത്രി സജി ചെറിയാനെതിരെ ദീപിക ദിനപത്രത്തിൽ എഡിറ്റോറിയൽ. പ്രതിഭ MLAയുടെ മകനെ ന്യായീകരിച്ചതിലാണ് വിമർശനം. മയക്കുമരുന്നിന്റെ കാര്യത്തിൽ എങ്കിലും മതവും ജാതിയും കലർത്തരുത്. സാംസ്കാരിക മന്ത്രി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്നും ദീപികയിൽ വിമർശനം. നർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് പറഞ്ഞാണ് എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത്. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. എന്താണ് സജി ഇങ്ങനെ എന്ന തലക്കെട്ടിലാണോ ഈ പത്രത്തിൽ ഈ എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് റഹീസ്. ഇപ്പോൾ ദീപിക പത്രത്തിലെ വിമർശനങ്ങൾ ഏത് ആംഗിളിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. വിശപ്പുകയും വിവരക്കേടും എന്ന തലക്കെട്ടിൽ ദീപികയുടെ എഡിറ്റോറിയൽ പേജിൽ വന്ന ലേഖനത്തിൽ രണ്ട് തരത്തിലുള്ള വിമർശനങ്ങളാണ് പ്രതിഭ MLAയുടെ മകനെ ഈ പുകയില കേസുമായി അല്ലെങ്കിൽ കഞ്ചാവ് പിടിച്ചതുമായി ബന്ധപ്പെട്ട കേസുമായി പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന കാര്യങ്ങളോട് വിമർശിക്കുന്നത്. ഒന്ന്, മന്ത്രി സജി ചെറിയാനെതിരെയുള്ള വിമർശനമാണ്. മന്ത്രി ഇക്കാര്യത്തിൽ പ്രതിഭയുടെ മകനെ ന്യായീകരിക്കുന്ന തരത്തിൽ രംഗത്ത് വന്നിരുന്നു. കൊച്ചുകുട്ടികളല്ലേ, അവർ കമ്പനി കൂടും, സംസാരിക്കും, ചിലപ്പോൾ പുകവലിക്കും എന്നായിരുന്നു സജി ചെറിയാൻ പറഞ്ഞത്. അത് കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതാണ് ദീപികയുടെ എഡിറ്റോറിയൽ പറയുന്നത്. ഒപ്പം കുറ്റം ചെയ്യുന്നത് പാർട്ടിക്കാരാണെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാട്, അവരെ ന്യായീകരിക്കുന്ന നിലപാട് ഈ നാടിനുള്ള ശിക്ഷയാണ് എന്ന് എഡിറ്റോറിയൽ പറയുന്നുണ്ട്. മയക്കുമരുന്നിൻ്റെ കാര്യത്തിലെങ്കിലും മതവും രാഷ്ട്രീയവും നിങ്ങൾ കലർത്തരുത്. ഏത് രാജാവിൻ്റെ മകനാണെങ്കിലും നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറഞ്ഞ് കൃത്യമായൊരു വിമർശനം. അതിൻ്റെ അകത്ത് രാഷ്ട്രീയ വിമർശനത്തിനപ്പുറം ഇത്തരം കേസുകളിൽ കേരളത്തിൽ എത്ര ആളുകൾ പിടികൂടുന്നു, അതിൻ്റെ സീരിയസ്നെസ് എത്രയാണ് എന്ന കണക്കുകളും ഇതിനകത്ത് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജയരാജിൻ്റെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങളിൽ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. പ്രമോഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയരാജിൻ്റെ സ്ഥലമാറ്റമെന്ന് വകുപ്പ് മന്ത്രി MP രാജേഷ് പറയുന്നുണ്ട്. എങ്കിൽ പോലും ആലപ്പുഴയുടെ കിഴക്കൻ മേഖലകളിൽ കള്ളവാറ്റിനെതിരെ, സ്പിരിറ്റിനെതിരെ നിലപാടെടുത്ത ഉദ്യോഗസ്ഥനാണ് ഈ ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥൻ അവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും അനഭിബന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ആ ഉദ്യോഗസ്ഥനെ പ്രമോഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ സ്ഥലം മാറ്റിയത് എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് ഈ ലേഖനം പറയുന്നു. എന്ന് മാത്രമല്ല, സർവീസിൽ നിന്ന് വിരമിക്കാൻ വെറും 5 മാസം മാത്രം ബാക്കി നിൽക്കെ ആ കൊല്ലം ജില്ലക്കാരനായ ഉദ്യോഗസ്ഥരെ മലപ്പുഴത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ട് കൂടി ഇക്കാര്യത്തിൽ സംശയമുണ്ട് എന്നാണ് ലേഖനം പറയുന്നത്. ഓക്കെ, താങ്ക് യു റഹീസ്. പണ്ട് നർക്കോട്ടിക് ജിഹാദ് ഒരു വിവാദമായിട്ട് ഓർമ്മയിൽ ഉണ്ടാവും അല്ലേ റഹീസ്? ഇപ്പോൾ പത്രം ഇങ്ങനൊരു മുഖപത്രം എഴുതുമ്പോൾ അതിന് പിന്നിൽ ചില രാഷ്ട്രീയവും കൂടി വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഈ വിഷയത്തിൽ CPM പ്രത്യേകിച്ച് സജി ചെറിയാൻ സ്വീകരിച്ച നിലപാട് ശരിയായില്ല എന്ന ഒരു പൊതുബോധമുണ്ട്. അതിപ്പോൾ ക്രിസ്ത്യൻ സമുദായാംഗങ്ങൾക്കിടയിലും ശക്തമാണ് ആ പൊതുബോധം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ ജയരാജിനെ മാറ്റിയതടക്കമുള്ള വിഷയങ്ങളിൽ സഭയ്ക്കും വലിയ പ്രതിഷേധമുണ്ടെന്ന് തോന്നുന്നു. ഈ വിഷയത്തിൽ വ്യക്തിപരമായിട്ടല്ലെങ്കിൽ പോലും ഒരു നിലപാടെന്ന രീതിയിൽ നമുക്കത് വായിച്ചെടുത്താൽ മതിയാവും അല്ലേ റഹീസ്? സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൽ ചില മാറ്റങ്ങളുടെ ചർച്ചകൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ടർ TV തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റ ചർച്ചകളും മറ്റും സജീവമായി നിലനിൽക്കുന്നതിൻ്റെ വാർത്തകൾ കൊണ്ടുവരുന്നു. സ്വാഭാവികമായും സർക്കാരിനെതിരെ അല്ലെങ്കിൽ 2 മന്ത്രിമാർക്കെതിരെ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക ഒരു എഡിറ്റോറിയൽ, നിശിതമായ ഒരു വിമർശനം നടത്തുന്നത് നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കുന്നത് സഭയ്ക്കും കേരള കോൺഗ്രസ് M സർക്കാരുമായി ചേർന്ന് പോകുന്നതിൽ ചില അസ്വസ്ഥതകളുണ്ട്. അത് മറ്റു പല കാരണങ്ങൾ കൊണ്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു സഭയുടെ സർക്കാരിനെതിരെയുള്ള ഒരു എതിർപ്പായി ഇതിനെ വ്യാഖ്യാനിച്ചാൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല ഡോക്ടർ അരുൺ. താങ്ക് യു റഹീസ് റഷീദ്. കത്തോലിക്ക സഭയുടെ പത്രത്തിലാണ് മുഖപ്രസംഗം വന്നിരിക്കുന്നത്. വിഷപ്പുകയും എന്ന തലക്കെട്ടോടു കൂടിയാണ് ഇപ്പോൾ പ്രതികരണം വന്നിരിക്കുന്നത്. അത് വല്ലാത്തൊരു പ്രതികരണമായി പോയി അല്ലേ സജി ചെറിയാൻ്റേത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. കുട്ടികളൊക്കെ കൂടി കമ്പനി കൂടി പുക വലിച്ചതല്ലേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്തായാലും അത് ഒഴിവാക്കേണ്ടതായിരുന്നു. ഒരു തരത്തിലുള്ള ഡ്രഗ്സും ശരീരത്തിന് ഗുണകരമല്ല.